പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാക്സിൻസ് നമ്മൾ രോഗങ്ങൾക്കല്ല, രോഗം വരാതിരിക്കാനാണ് എന്ത് ചെയ്യാറുള്ളത്. നിങ്ങൾ ബിഹേവിയറൽ വാക്സിനേഷൻ എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നമ്മുടെ കൗമാരക്കാർക്കിടയിൽ കണ്ടുവരുന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അക്രമവാസന, ഡ്രഗ് യൂസേജ്, ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ബിഹേവിയറൽ വാക്സിനേഷൻ. ഞാൻ ഈ അടുത്ത് ഒരു TimeLine എന്ന ഒരു വെബ് പോർട്ടലിൽ കേരള ഗവൺമെൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ PK റഹീമുദ്ദീൻ അദ്ദേഹം എഴുതിയ TimeLine എന്ന വെബ് പോർട്ടൽ, അദ്ദേഹത്തിൻ്റെ ഒരു വ്ളോഗ്, അതിലൂടെയാണ് ഈ കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചത്. അതൊരു പ്രൊയാക്റ്റീവ് മെഷേഴ്സാണ്. സത്യത്തിൽ നമുക്ക് കൗൺസിലിംഗ് ഉണ്ട് നിലവിൽ. അതേപോലെ എന്തെങ്കിലും അക്രമങ്ങളോ അല്ലെങ്കിൽ മറ്റൊക്കെ നടന്നാൽ സ്വാഭാവികമായിട്ടും സ്കൂൾസും കോളേജസും രക്ഷിതാക്കളും ഒക്കെ സ്വീകരിക്കുന്ന ശിക്ഷണ നടപടികൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ളവരെടുക്കുന്ന കേസുകൾ, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്, ഇത്തരം കുറേ മെഷേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം കുറ്റം ചെയ്തവരെ കുറ്റം ചെയ്തു കഴിഞ്ഞാലേ ഇതൊക്കെ എന്ത് ചെയ്യുള്ളൂ, ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നുള്ളൂ, അപ്പോഴേ അങ്ങോട്ട് കൗൺസിലിംഗ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാകുന്നുള്ളൂ. അതേസമയം ബിഹേവിയറൽ വാക്സിനേഷൻ എന്ന കൺസെപ്റ്റ്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രൊയാക്റ്റീവ് മെഷേഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നേരത്തെ തന്നെ ഒരു കുറ്റവും ചെയ്യാതിരിക്കാനുള്ള ഒരു വാക്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുക എന്നല്ല, അത് ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ഹാബിറ്റ്സ്, അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ്, സെൽഫ് റെഗുലേഷൻ മെഷേഴ്സ്, ഇമോഷണൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുകയും അത് പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാനുള്ള മോട്ടിവേഷൻസ് നിരന്തരമായി അതിന് വേണ്ട മെഷേഴ്സ് വിദ്യാഭ്യാസ സംവിധാനത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അതോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് സിസ്റ്റം ആർക്ക്, പാരൻസിന് വീട്ടിൽ നിന്ന് കുട്ടികളെ ഇത്തരം പോസിറ്റീവ് ഹാബിറ്റ്സും സാമൂഹിക ഗുണങ്ങളും വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളുമെല്ലാം ആർജിച്ചെടുക്കുന്നതോടൊപ്പം അത് വീട്ടിലും പൊതുസമൂഹത്തിലും പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ഗൈഡൻസും മോട്ടിവേഷനും രക്ഷിതാക്കളിൽ നിന്ന് കൊടുക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് സിസ്റ്റവും അത് രക്ഷിതാക്കൾക്കും എന്ത് ചെയ്യേണ്ടി വരും, സ്കൂളുകളിൽ നിന്നോ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചോ കൊടുക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നയമാണ്, ഒരു പുതിയ ടൂളാണ് ബിഹേവിയറൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇത്തരം കൺസെപ്റ്റുകളെ നമ്മൾ പൊതുജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, നിരന്തരമായി അതിനു വേണ്ട ആവശ്യങ്ങൾ ഉയരുക, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന നാട്ടിലെ ഗവൺമെൻറ്റിനൊക്കെ ഒന്ന് ഉണരാനും കുറച്ചുകൂടെ ആശാവഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ, ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണമെന്ന ഒരു തോന്നലുണ്ടായത്. നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് ഇതിനെ പുഷ് ചെയ്യുക. ഗവൺമെൻറ്റുകളിൽ നിന്നെല്ലാം നല്ല നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.